സിഹിറാണ്, സിഹിർ തക്ബീർ. ഈ സിഹിർ തക്ബീർ അതുപോലും ശിർക്കാണ്, കുഫറാണ്. എവിടെ നമുക്ക് കിട്ടുക? ഇതേ സംഭവം പിന്നെ സുനൽ കുബ്ര, അൽ ബൈഹഖിയുടെ സുനൽ കുബ്ര ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരു സംഭവം സഹാബിന്റെ കാലത്താണ്. ഈ സ്വഭാവം ജുദ്ദുബിൻ അബ്ദുള്ള എന്ന് പറഞ്ഞ സഹാബിന്റെ കാലത്ത് നടന്നു. എന്ത്? രാജസസ്വല കൊട്ടാരത്തില ഒരു പബ്ലിക് സ്ഥലത്ത് വെച്ചിട്ട് ഒരാളിങ്ങനെ ഒരാളെ തല നടത്തു. എന്നിട്ട് നടന്നിങ്ങനെ വന്നു. പിന്നെ ഇതിൽ തല കൊണ്ടേക്ക് വെച്ചു. അപ്പൊ ജനങ്ങൾ സുബ്ഹാനല്ലാഹ് എന്താണ് അവര് പറഞ്ഞ ഹദീസിലുള്ള അദ്ദേഹം ആ റിവായത്താണ്. ജനങ്ങൾ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് യുഹ്യി, ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവരും. ജുദ്ദുബിൻ അബ്ദുള്ള എന്ത് പറയോ പോയി. പിറ്റേന്നാഴ്ച ഇയാള് മാജിക് കളിക്കാൻ വന്നപ്പോ വാള് കൊണ്ടുവന്നു. വിളച്ചിട്ട് വളരെ ഒറ്റപ്പെട്ട അവൻ സത്യമാണെങ്കിൽ അവനെ തന്നെ ജയിപ്പിക്കട്ടെ. ഇതാണ് ജുദ്ദുബിൻ അബ്ദുള്ള ചെയ്തത്. കണ്ടോ? അവനെ പേരണ്ടിക്കാൻ വെട്ടി. ഇത് സഹിയായി വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ആര് വിശദീകരിക്കുന്നു? അതുപോലെ വിശദീകരിച്ചുകൊണ്ടാണ് സൗദി അറേബ്യയിലുള്ള ഗ്രാൻഡ് മുഫ്തി, ഇന്നത്തെ ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് ആൽ ഷേഖ് പ്രസംഗിക്കുക. അവൻ സത്യവാനാണെങ്കിൽ അവനെ തന്നെ, ഞാൻ ഈ പറഞ്ഞല്ലോ, ഇയാളെ പുതുവന വിഷയം എന്താ അറിയോ? സിഹിർ, ജിന്നുബാധ, സിഹിർ, റുഖിയ. ഇത് എവിടെയാ? പള്ളിയിലെ മിമ്പറയിൽ ഖുതുബയിൽ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞു കൊടുക്കുക. മനസ്സിലാണല്ലോ? ഗ്രാൻഡ് മുഫ്തി ചില്ലറക്കാരല്ല. നമുക്കിതൊരു വിഷയമല്ല, ഇത് വല്ലവരും വേണമെങ്കിൽ പ്രബന്ധത്തിന് ഉപയോഗിച്ചോട്ടെ എന്നാണ് ഞാൻ ഈ ഗ്രാൻഡ് മുഫ്തി പോലും ജുമാ ഖുതുബയിൽ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണിത്. ജിന്നും സിഹിറും ഇതെന്താ സംഭവിച്ചറിയോ? അത് കുഫറാണ്. ഈ കുഫറിനെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മടവൂരി സഹോദരങ്ങളിൽ നിന്ന് എവിടെയാണ് അവരാക്കിയത് കാണിച്ചു തരാം. ഖുർആനെ പഠിച്ചോ? വെച്ചിട്ടുണ്ടാണ് പിന്നെ മൂസാ നബിയുടെ സൂറത്ത് താഹയിലെ മൂസാ നബിയുടെ സംഭവം ഉണ്ടല്ലോ, അവിടെ വിശദീകരിക്കാം. ഇത് ഒരു വിജ്ഞാന ശാഖയാണ്. ഏത്? പിന്നെ കയറും വടിയൊക്കെ പാമ്പാക്കിയത് ഇതൊരു വിജ്ഞാന ശാഖയാണ്. എനിക്കും നിങ്ങൾക്കും പരിശ്രമിച്ചാൽ ഇത് കരസ്ഥമാക്കാൻ സാധിക്കും. പിശാചിന്റെ സ്വാധീനമൊന്നും ഇവിടെ ഇല്ല. അവന് ഇതിൽ യാതൊരു പങ്കുമില്ല. ജാലവിദ്യക്കാരോട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം ചോദിച്ചാൽ ഇപ്രകാരം മറുപടി പറയുന്നതാണ്. പുരോഹിതന്മാരുടെ മറുപടിയേക്കാൾ ആധികാരികത ഈ വിഷയത്തിൽ ജാലവിദ്യക്കാരുടേതിനാണ്. വ്യക്തമായ കുഫ്റ് അനുവദിച്ച് എഴുതി കൊടുത്ത പുസ്തകമാണത്. ഇതൊക്കെ കൊണ്ടേ കത്തിച്ച് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പർസനോട് ഉത്തരം പറയണേ. നമ്മുടെ സഹോദരന്മാരുടെ, നമ്മളെ ആളിയന്മാരും വേളാപ്പാന്റെ മക്കളും മൂത്താപ്പാന്റെ മക്കളും ഒക്കെ ഇതിൽ പെട്ടിടക്കുക. കുഫ്റിലാണ് ഈ വർഗം. തൗബ ചെയ്ത് മടങ്ങിക്കോ, ഇല്ലെങ്കിൽ ഖേദിക്കും. നിങ്ങൾക്ക് പുറത്തെന്ന് പറ്റില്ല. ആ രീതിയിലുള്ള കുഫ്റാകളെ എഴുതി വെച്ചിട്ട് റസൂലിനെ കൊണ്ടുള്ള ഇതാണ് നമ്മളെ ഒറിജിനലത്തെ സെൽഫികൾ. ഓരോരുത്തൊക്കെ സെലഫി മസ്ജിദ്. എന്താ സെലഫി മസ്ജിദ്? സെലഫി മസ്ജിദ് മോചത്തില മസ്ജിദില്ല. അതിനോടെങ്കിലും സത്യത്തിലോ ദൈവം പറയുന്നത് അതല്ലോ. ഇതിന്റെ പശ്ചാത്തലം ഇതൊക്കെ കൂടെ പറയാൻ സമയമല്ലോ. പിന്നെ ഈ വിഷയത്തിൽ എനിക്കറിയാം, ആദ്യം തൊട്ട് ഇതിന്റെ നിഷേധാത്മകമായ നിലപാട് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന് KJ അതിന്റെ ആൾക്കാർ. അതിനൊരുപാട് സംഭവങ്ങളുണ്ട്. അവരെന്ത് ചെയ്തു? അമ്മാനിവരുടെ പിന്നെ ഈ പുസ്തകം ഉണ്ടല്ലോ, ജിന്ന് ശൈത്താനും ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട കഥയിലുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പുറത്താക്കി. അതിന് നിൽക്കണില്ല. ശംസുദ്ദീൻ മലത്തിന്റെ CD ഓനെ പിൻവലിച്ചു, ഓനെ ശാസിച്ചു, എന്നിട്ടും നിൽക്കണില്ല. പിന്നെ അവനെ ക്രോശിച്ചു, എന്നിട്ടും നിൽക്കണില്ല. പിന്നെ ശങ്കരനെ കുറച്ച് പൊരിച്ചു, എന്നിട്ടും നിൽക്കണില്ല. ഇവിടെ അവസാനം കഴിയല്ലോ. പിന്നെ ജനങ്ങളുടെ ഇങ്ങനെ വെബ്സൈറ്റിൽ കൂടെ കയറ്റി ജനങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു അല്ലേ? ഇവിടെ അവസാനം അഗ്രസഭയൊക്കെ കുറിച്ച് സോപ്പ് ടീച്ചർ ഒരു 10 ആളുകൾ 13 ആള് 10 ആൾ ഒപ്പിട്ട് 13 പോയിന്റ് ഒപ്പിട്ടില്ല. അവിടെ നിന്നില്ല. ഇവിടെ അവസാനം അനീഫാന്റെ പ്രസംഗ നോട്ട് ജമിയത്തുലമ ആധികാരിക ഗ്രന്ഥമായി പുറത്തിറക്കേണ്ടി വന്നു. അതോ കള്ളക്കുഫർ. യാനി അഹ്ലുൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയ്ക്ക് യോജിക്കാത്ത രീതിയിലുള്ള പുസ്തകം. അതിലോ ഇതാണ് ലോകത്തുള്ള സകല പണ്ഡിതന്മാരും റോക്കിയ വിഷയത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഹദീസ്. അതാ ബുക്കിലില്ലേ? അതിനെന്താണ്? രോഗശമനത്തിന് റസൂല് പഠിപ്പിച്ച ദുആ ദിക്ർ അതുപോലെ ചെയ്യാവൂല. മാറിയ പ്രശ്നമല്ല. മാറിയാ നോക്കിയാൽ തെജിർബ റോക്കിയില്ല. അതിനപ്പുറത്തേക്ക് പറ്റൂല എന്ന് അടുത്തേക്ക് എത്തിച്ചു. പിന്നെന്താ അറിയോ? KJ ന്റെയും
KNM-ന്റെയും ഒക്കെ ആളുകൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു നിരൂപണ ഇതിനെതിരെ ഒരു പുസ്തകം എഴുതിട്ടോ. KGU കൗൺസിലർമാരും KNM പ്രബോധകരും. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഗതിന്റെ ഇതൊരു ഊമക്കത്ത് പോലെ പറഞ്ഞ വളരെ വാസ്തവം. ഈ പുസ്തകം ഇതേമാതിരി ഡോക്ടർ സക്കീറിന്റെ പ്രബന്ധവും ഒക്കെ കേരളത്തിൽ വ്യത്യസ്ത സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ഞാൻ അറേഞ്ച് ചെയ്തു. എങ്ങനെ ഓരോ ഫോട്ടോ കോപ്പി സെന്ററിൽ ഏൽപ്പിച്ചു. എന്നിട്ട് ആൾക്ക് ഒരു കോപ്പി എടുത്തെടുക്കും. പലരും ചോദിച്ചാൽ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്താൽ പൈസ വാങ്ങിക്കും. ഇങ്ങനെ വ്യത്യസ്ത ചില സെന്ററുകൾ നമ്മൾ തൃശ്ശൂരും ചാവക്കാടും തലശ്ശേരിയൊക്കെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. നമ്മള് സുഖമല്ല അതൊക്കെ ആരാ ഈ പ്രവർത്തകരുടെ അല്ല ഇക്കാരാണ് ആളുകൾ. അപ്പോ എനിക്ക് ഇവിടെ പറയുന്നത് എടോ നിങ്ങൾ പേര് ചെയ്ത് എത്ര നന്നായിരുന്നു. ഇത് ഞാനാ എഴുതിയെന്ന് പറയാം. ഇത് ഇങ്ങനെ ഒരു ഊമക്കത്ത് മാറി. പക്ഷെ ഇതിൽ ഒരുപാട് വസ്തുക്കളിലുണ്ട്. ഇത് നമ്മൾ പ്രിന്റ് ചെയ്താണ്ട് അവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇതിന്റെ അഡ്രസ്സിനെ കാണിച്ചു തരാം. ഇതുവരെ എത്തി. ഇനി ഇതെത്തിക്കാൻ ഇതാ തീർന്നില്ല. പിന്നെ ഒരു അവസരത്തിലാക്കാം. പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിശാച് ബാധിച്ചാൽ 3 രീതിയിൽ ആളുകൾ ചെയ്യുന്നത്. 2 ശിർക്ക് കുഫർ. 1 പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടുള്ള ചികിത്സ. ഈ ശിർക്ക് കുഫർ ചെയ്യുന്നത് ആണ് ആര് മന്ത്രവാദികൾ ചെയ്യുന്നത്. അവിടെ പോകാൻ പാടില്ല. എന്നാൽ ഈ ദീനിലുള്ള ചികിത്സ അതിന് തന്നെ എന്താ തെളിവുകൾ എന്നാണ് പലരും ചോദിക്കാറുള്ളത്. പിന്നെ മൊത്തത്തിലുള്ള റുക്കിയ നമ്മുടെ അമാനവന്റെ തഫ്സീറിന്റെ പിൻഭാഗത്തുണ്ട്. അതുപോലെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലുണ്ട്. മൊത്തത്തിലുള്ള ഒരു റുക്കിയ. പക്ഷെ പിശാച് ബാധിച്ചാൽ അവർക്കുള്ള റുക്കിയ, അവർക്കുള്ള ചികിത്സ എന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടില്ല. അത് ഇതൊക്കെ വിശദീകരിച്ച് കാണിച്ചു തരാനുണ്ട്. പക്ഷെ സമയമില്ലാത്തതാണ്. പിന്നെ അത് എന്റെ വാക്കന്നെ ഡോക്ടർ സക്കീറിനെ പറയുന്നുണ്ട്. എന്താ പിന്നെ മുജാഹിദ് പ്രവർത്തകർ ജിന്നുബാധ ഉണ്ടാകുമോ? അവരുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അവർ പഠിപ്പിക്കാത്ത ശിർക്ക് പോയി ചാടുന്നുണ്ട്. ഇത് ഡോക്ടർ സക്കീറിന്റെ ഇവർക്ക് എഴുതി കൊടുത്തതിലുണ്ട്. അപ്പോ ജിന്ന് ബാധിച്ചാൽ എന്താണ് ചികിത്സയുള്ളത്? പിന്നെ പരിശുദ്ധ ഖുർആൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹീഹ് മഹ്ഫൂദായിട്ട് വന്നിട്ടുള്ള ഹദീസ്. ആ ഹദീസിൽ വന്നിട്ടുള്ള ആയത്തുകൾ ഓതുക. ഞാൻ തന്നെ കൊള്ളുന്നില്ല. പരിശുദ്ധ ഖുർആൻ രോഗിന്റെ പേര് ഇരുന്നിട്ട് അങ്ങനെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ ഓതി കൊടുക്കുക. ആ നാളെ ഓതി കൊടുക്കുക. ഇന്ന് ഓത്, നാളെ ഓത്, മറ്റന്നാൾ ഓത്, ദിവസം ഓതി കൊടുക്കുക. ഒരു സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? തമിഴപ്പണ്ടെങ്കിൽ ഇറങ്ങി പോയിക്കോളും. നമ്മൾ അറിയുന്നില്ല. ചില സമയത്ത് പറഞ്ഞ ആളുകൾ കേൾക്കണം. ആ സമയത്ത് എന്ത് ചെയ്യാം? ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട, ഓഫർ ചെയ്യാതെ വന്നാൽ പറയും. അപ്പൊ ഇങ്ങോട്ട് സംസാരിക്കുമ്പോ മുകളിലായിട്ട് അത് ഇത് അപ്പടി ഇപ്പടി എന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് റദ്ദി തീർക്കും. ഓപ്പോസിറ്റ് പറഞ്ഞു ഞാൻ റദ്ദി തീർക്കും. ഓപ്പോസിറ്റ് എല്ലാത്തിനും ഓപ്പോസിറ്റ് പറയില്ല. പിന്നെ റദ്ദി തീർക്കും. എന്നിട്ട് ഇറങ്ങി പോകാൻ പറയും. എന്നിട്ട് ഇറങ്ങി പോകണമെങ്കിൽ രോഗിക്ക് ഉപദ്രവില്ലാത്ത രീതിയിൽ അടി കൊടുക്കും. ഇതാണ് മറ്റത്തിലുള്ള ചികിത്സ. ഇതിനെ പേര് അടിച്ചിറക്കാനുള്ള ചികിത്സ എന്ന് പറയുന്നത്. ഇതിപ്പോ സംസാരിച്ച് എവിടെ എത്തിക്കാൻ കഴിയില്ല. കാരണം ഒരുപാടുണ്ട്. പോട്ടെ. പറഞ്ഞെന്ന് വെച്ചാല് ഇതിന് തെളിവായിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പിശാച് ബാധിച്ച ആളുകൾക്ക് ചികിത്സിച്ച സംഭവം. അത് സംഭവം 3 അതിൽ 1 ലൈഫാക്കാൻ വേണ്ടി ചിലർക്ക് ശ്രമിക്കാറുണ്ട്. പക്ഷെ ലൈഫ് ആവില്ല. മനസ്സിലല്ലേ? അത് ലൈഫാക്കാൻ വേണ്ടി കഴിയൂല. കാരണം അവർ ലൈഫാക്കിയാൽ ഷെയ്ഖാൽപ്പാന്റെ വേറെ ഹദീസ് സഹിയാണ്. അതേതാ? റസൂലിന്റെ കൂടെ യാത്രാ സംഘത്തിലുണ്ടായിരുന്ന കുട്ടി. ആ ഹദീസ്. മറ്റൊരു ഹദീസാണത്. റസൂൽ യാത്ര പോകുന്ന സമയത്ത് വഴിയിൽ ഒരു സ്ത്രീ ഒരു കുട്ടിയുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ആ കുട്ടി റസൂലെ ഇന്നബിനി ഹദാ യാഹുദ് ഷൈത്താൻ, ഇതിന് പല തവണ ഷൈത്താൻ ബാധിക്കുന്നുണ്ട് എന്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞ ഹദീസ്. അതുപോലെ പിന്നെ ഉസ്മാൻ ബിൻ അബിയാസിനെ പിശാചിന്റെ ഉപദ്രവം ഉണ്ടായപ്പോൾ പിന്നെ റസൂലിനോട് സമീപിച്ച് കാര്യം പറഞ്ഞപ്പോൾ റസൂൽ ചെയ്തു ഇടുവാന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ച ഈ 3 സംഭവമാണ് പിന്നെ റസൂൽ ചെയ്തെടുത്തത്. ഇനി ഇതിൽ നിന്ന് ഇപ്പൊ ഇവിടെ വേറെ വലിയ സംശയത്തിലെത്തും. ഇത് പുലത്തോർ രാശികൾ നാളെ ഓരോന്ന് പ്രസംഗിക്കുന്നതാ. പുലത്തോർ രാശികൾ ആരും ചെയ്തിരുന്നോ? ഉമർ ചെയ്തോ, അബൂബക്കർ ചെയ്തോ, ഉസ്മാൻ ചെയ്തോ, അലി ചെയ്തോ? സഹായിമാർ ആരെങ്കിലും ചെയ്തോ? അപ്പൊ സഹാബി ചെയ്തൊരു ചികിത്സകൾ പക്ഷെ ഇത്തരം അടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. ചിലപ്പോ അടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭ്രാന്ത് ബാധിച്ച ഒരുത്തരം ചെങ്ങലിക്കിട്ട് കെട്ടിട്ട് ഒരുത്തരം 3 ദിവസത്തെ ഒരു സഹാബി ചികിത്സിച്ചു. അന്ന് ഭ്രാന്ത് മാറുകയും ചെയ്തു. പിന്നെ ഭ്രാന്ത് മാറി പിന്നെ പ്രതിഫലം കിട്ടി. അത് റസൂലത്ത് കൊണ്ടുവന്ന് റസൂലത്ത് അനുവദിച്ചു. ഈ സംഭവം കിട്ടുമ്പോ അതിനെ ഇളകിയിട്ടില്ലല്ലോ. മൂപ്പർക്ക് ഇളകിയതിനെ കിട്ടണം. ഞാൻ ചോദിക്കുന്നേ മൂപ്പര് വലിയ ബന്ധം ഇതാണ് ഇതിന്റെ ചികിത്സ എങ്കിൽ ഇത് സഹാബാക്കൾ മുഖാന്തരം തലമുറകളായി സംരക്ഷിച്ചു പോരണമായിരുന്നു എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ പല കാര്യം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ സുഹൃത്ത് നോക്കുന്നു. തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പെടുക്കുക. ഇത് തലമുറകളായിട്ട് സംരക്ഷിച്ചു പോകുന്നു പറയാൻ കഴിയാണ്. കയ്യിൽ എന്താണ് എന്തെങ്കിലും ഉണ്ടാവും? തലമുറകളായിട്ട് സംരക്ഷിച്ചു പോകുന്നു പറയാം.
അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ എന്തെങ്കിലും സുന്നത്ത്. ഇതിനെന്താ നമ്മൾക്കുള്ളത് കിതാബിൽ നിന്നുള്ള തെളിവ് അല്ലെങ്കിൽ സുന്നത്തിൽ നിന്നുള്ള തെളിവ്, അതുപോലെ സഹാബിമാരിൽ നിന്നുള്ള തെളിവ്. ഇതൊന്നും വെറും സുന്നത്ത്, പിന്നെ റസൂലിൽ നിന്നുള്ള തെളിവാണെങ്കിലോ സുന്നത്തല്ലേ ആണ്. പിന്നെയോ 1400 വർഷ കാലഘട്ടത്തില് വ്യത്യസ്തമായ കാലഘട്ടത്തില് ഉലമാക്കൾ ഈ വിഷയത്തെ എങ്ങനെ കണ്ടു നോക്കാം. അത് അവരുടെ കാലത്തിൽ അവർ എഴുതി കിതാബിൽ കാണുന്നുണ്ട്. ഇതാ ഈ ഹദീസ് കൊടുത്തിട്ട് ഇത് ജിന്നി ബാധിച്ചവരുടെ ചികിത്സ എന്ന ഹെഡിക്ക് കൊടുത്തു, ഇത് ജിന്നി ബാധിച്ച ഇതാണ് ഇതിന്റെ ചികിത്സ എന്ന് ഉത്തരം പറഞ്ഞു കൊടുത്തു. അവരുടെ കാലഘട്ടത്തിൽ അവർ ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത് ഇതാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കിതാബിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇങ്ങനെ ഇത് മുസ്ലിങ്ങൾക്കിടയിൽ തലമുറകളായി കൈമാറി പോന്നിരുന്ന ഈ ഇൽമാണ് എന്ന് ഈ രീതിയിലാണ് മനസ്സിലാക്കുക. അതല്ലാതെ ഇന്ന കാലഘട്ടത്തിൽ ഇന്നാളെ ചികിത്സിച്ചു, അതിനുശേഷം ഇന്നാളെ ചികിത്സിച്ചു, അതിന്റെ മാസം ഇന്നാളെ ചികിത്സിച്ചു, അവരുടെ ലിസ്റ്റ് കിട്ടൂല. ആ ലിസ്റ്റ് കിട്ടുന്നില്ല വാശി പിടിക്കും വേണ്ട, കിട്ടൂല. അങ്ങനെ വെച്ചാൽ പലതിനും അങ്ങോട്ട് ചോദിച്ചാൽ അങ്ങനത്തെ ലിസ്റ്റ് ഉണ്ടാവില്ല. ഇത് വ്യത്യസ്ത കാലഘട്ടത്തിലുള്ള ഉലമാക്കൾ ഈ വിഷയത്തിൽ അഹിൽസുന്നത്തുമാരുടെ പണ്ഡിതന്മാർ ഈ വിഷയം ജനങ്ങളെ എങ്ങനെ പഠിപ്പിച്ചു, അവരിത് അനുവദനീയമാണെന്നോ ഇത് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ എങ്ങനെ പഠിപ്പിച്ചു, അതിനവർ അവലംബിച്ച തെളിവുകൾ എന്ത് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 1400 വർഷ കാലഘട്ടത്തിൽ ഒരാളും നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ പറ്റൂല. നമുക്ക് മാത്രമല്ല ഇതുപോലെ വേദികൾ വെച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും. കാരണം ഇത് നിഷേധിക്കുന്ന സമൂഹത്തിന് മുമ്പിൽ അതാണ്. അല്ലാതെ ഓരോ കാലഘട്ടത്തിൽ ചികിത്സയുടെ ലിസ്റ്റ്, പേരിന്റെ ലിസ്റ്റ് കിട്ടാൻ നിർവാഹമില്ല. അത് ഒരു കുട്ടിവാശിയാണ് ഞാൻ പറഞ്ഞത്. പോട്ടെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ഈ വിഷയത്തിൽ ചോദിച്ചപ്പോ പിന്നെ ഈ ഹദീസുകൾ വെച്ചുകൊണ്ട് പറഞ്ഞത് ഫർള് കിഫായയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ സമൂഹത്തിൽ ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും അതിന് കുറ്റക്കാരാണ് എന്ന് വരെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ പിശാച് ബാധിച്ചവനുള്ള ചികിത്സയാണ്. ഇനിയോ ഇവിടെയൊക്കെ എന്തോ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അബ്ദുറഹ്മാൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പേരിലൊക്കെ കളവ് പറയുന്നുണ്ട്. പച്ചമണ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനകത്ത് തെളിവ് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ എഴുതി ബുക്ക ജനങ്ങളിൽ ഒരു പുസ്തകം അതിനായിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്നിട്ട് പച്ച ഉൾക്കൊള്ള കേൾപ്പിക്കോടെ സമയമില്ല. നേരം ഉൾക്കൊള്ളങ്ങൾ ഇരിക്കണമെങ്കിൽ കേൾപ്പിച്ചത് ഞാൻ പച്ചമണ എത്രയും പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. പിന്നെ ഇബ്നു തൈമിയ്യ തെളിവ് തിരിച്ചിട്ടില്ല. തെളിവ് സകല തെളിവ് പിന്നെ ഉള്ളിടത്തോളം ഒഴിവുകൾ തിരിച്ചിട്ടുണ്ട് ഇബ്നു തൈമിയ്യ. ഇനിയോ സിഗരറ്റിനുള്ള ചികിത്സ എന്താ? സിഗരറ്റിനുള്ള ചികിത്സ രണ്ട് രീതിയിലാണ്. ഒന്ന്, അത് സിഗരറ്റിന്റെ വസ്തു ചെയ്ത വസ്തു എവിടെയെന്ന് അറിയുന്നെങ്കിൽ എടുത്ത് മാറ്റും, നശിപ്പിക്കും. ഇതാണ് റസൂലിനെ തീരെ ചെയ്തത്. റസൂൽ സിഗരറ്റ് എന്ന സംഭവം അതിന്റെ കെറ്റിലാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ സ്വപ്നത്തിൽ റസൂലിനെ കാണിക്കപ്പെട്ടു. റസൂൽ അവിടെ ചെന്നു, അത് അലി റളിയല്ലാഹു ഇറക്കി, അത് പുറത്തെടുത്തു. അത് സ്വലക്കും നാസും 11 ആ സിഗരറ്റ് ചെയ്ത വസ്തുവിൽ 11 കെട്ടുണ്ടായിരുന്നു. അത് 11 ആയത്തുകൾ ഓതിക്കൊണ്ട് അത് അലി റളിയല്ലാഹു ബാത്തിലാക്കിയത് ബൈഹഖിയിലെ ഹദീസ്. ഇത് ഡോക്ടർ ബിലാൽ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അതിന് അതാണ് റസൂൽ പിന്നെ ചികിത്സിച്ച മരുന്ന് അറിയുമെങ്കിൽ അങ്ങനെയാണ് എടുക്കേണ്ടത്. അത് മരുന്ന് പുറത്തെടുത്തു എന്നുള്ളത് ഒരുപാട് ഹദീസുകൾ സഹീഹ് ബുഖാരിയിൽ തന്നെ ഹദീസുകൾ പറയുന്നുണ്ട്, സുനൻ നസായിൽ പറയുന്നുണ്ട്, തഫ്സീർ അബീ ഹാത്തിം പറയുന്നുണ്ട്, ദലായിലുൽ നുബുവയിൽ പറയുന്നുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അത് പറയുന്നുണ്ട്. അതുപോലെ ഇനി അത് അറിയില്ലെങ്കിലുള്ള ചികിത്സ എന്താണ്? പരിശുദ്ധ ഖുർആൻ ഓതുക. പ്രത്യേകിച്ച് ആയാത്ത് സിഹർ. സിഹർ ആയാത്ത് സിഹർ എന്ന പേരെവിടുന്ന് കിട്ടിയതാണ്. എവിടെ ആയത്തിൽ കുർസി എന്ന പേര് കിട്ടി? ഹേയ്, അപ്പൊ ഇങ്ങനെ തന്നെയാണ് മുഅ്മിനീങ്ങൾ കൈകാര്യം ചെയ്ത് പോന്നിരുന്നത്. ഓരോന്ന് പറയുമ്പോൾ ഓരോ പേര് വിളിക്കും. ആയാത്ത് സിഹർ, സൂറത്ത് ത്വാഹയിലും സൂറത്ത് യൂനിസിലും സൂറത്ത് പിന്നെ ഇസ്രായേലൊക്കെ പറഞ്ഞ ആയത്തുകൾ ഇത് ഷെയ്ഖ് ബിൽവാസി വിഷയത്തിൽ എഴുതിയ പുസ്തകം. ഏതാണ് ഇവിടെ മരണം കാണുന്നത്? ഇത് ഇതിന്റെ ഒറിജിനല്ല. പിന്നെ വഹബ് ബിൻ നബി ഹിജ്റ 110 വർഷത്തിൽ മരിച്ച താബി പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ഇബ്നു ബത്താന്റെ ഷറഹില് അവിടെ നിന്ന് വന്ന ഉലമാക്കൾ മുഴുവനും ഈ ഗ്രന്ഥങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ളത് സിഹിർ ബാധിച്ച ഒരാൾക്ക് ആയാത്ത് സിഹിറും ആയത്തിൽ കുർസിയൊക്കെ ഓതിയിട്ട് അത് എലന്റെ മരത്തിന്റെ ഇലയിൽ പൊടിച്ചിട്ട് ഖുർആൻ വെള്ളത്തിലേക്ക് എലന്റെ മരത്തിന്റെ പൊടി ഇട്ടിട്ട് അങ്ങോട്ട് കുളിക്കലാണ് ചികിത്സ. ഞാൻ ഈ താബി പണ്ഡിതന്മാരിൽ നിന്നാണ് ഇതിന്റെ സ്രോതസ്. അപ്പൊ റസൂല് ചികിത്സിച്ചോ? ഇല്ല, റസൂല് ചികിത്സിക്കാൻ പറ്റില്ല. റസൂല് ആമായിട്ടുള്ള ഒക്കെ ചെയ്തിട്ടില്ലേ? നിങ്ങൾ അത് ചെയ്യട്ടെ. അപ്പൊ ചെയ്ത അളകാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ ചോദിച്ച് തകർക്കാനായിട്ട് നടന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ വഹബ് ബിൻ നബിയിൽ നിന്നുള്ള ഈ സിദറിന്റെ ഇല ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പിന്നെ സിദറും ആയത്തുൽ കുർസിയൊക്കെ ഓതിക്കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ് ലോകത്ത്. എന്തിനധികം ഈ തഫ്സീർ ഇബ്നു കസീർ സൂറ അൽ ബഖറയുടെ ഇതിൽ പോയാൽ കഴിഞ്ഞാൽ അതിൽ കൊടുക്കേണ്ടത് ഇതിന്റെ ചികിത്സ.
തഫ്സീർ ഇബ്നു കസീറിലുണ്ട്. അതിനുശേഷം വന്ന സകല തഫ്സീറുകളിലും ഇബ്നു ഫത്ഹുൽ ബാരിയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ തീർക്കാൻ സമയം കിട്ടില്ല ഉറപ്പാണ്. ഇനി ഞാൻ പ്രസക്തായിട്ടുള്ള ഭാഗത്തേക്ക് വരട്ടെ. പിന്നെ കണ്ണേറിനെ പറ്റി കുറച്ച് വലിയൊരു ആശയമുള്ളതെന്ന് വെച്ചാല് ഈ കണ്ണേർ ബാധിച്ച ആൾക്ക് ഉള്ള ചികിത്സയിൽ പറയുന്നുണ്ട് എന്താ, കണ്ണെന്തോട് പറഞ്ഞു, കണ്ണേർ ബാധിച്ചു കഴിഞ്ഞാലുള്ള പിന്നെ ചികിത്സ ആളറിയുമെങ്കിൽ കുളിക്കാൻ പറഞ്ഞല്ലോ. ഈ കുളിയുടെ രൂപം പറയുന്നുണ്ട്. അവിടെ ഈ പിന്നെ സാറി ഈ അടിവസ്ത്രത്തിന്റെ ഉൾഭാഗം തടങ്ങിയിട്ട വെള്ളത്തിലാക്കിയിട്ട് കുളിക്കണം. ഇതിലിങ്ങനെ കളിയാക്കിയിട്ട് ഷെട്ടി പിഴിഞ്ഞ വെള്ളം കുടിക്കാൻ പറഞ്ഞു ഇസ്ലാമെന്ന് പറഞ്ഞിട്ട് മടവീരിൽ കളിയാക്കണത്. ഞാൻ അതൊക്കെ വ്യക്തമായ മറുപടി കൊടുത്തു. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കളിയാക്കുന്നത് അത് 12ഓളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും 15ഓളം പണ്ഡിതന്മാരുടെ ഉദ്ധരണി ഇതാണ് എന്റെ ചികിത്സ എന്ന് പറയുന്നത്. അത് 29ഓളം നേരത്തിന് കാണിച്ചു കൊടുത്തു മടവീരിൽ. ഇതാണ് ഹദീസ്, വൈദിക്കുള്ള ഹദീസ്. അവരെന്താ പറയുന്നു, ഈ വന്ന ഹദീസിൽ മുഴുവൻ ഈ ഇസാറിന്റെ അടിവസ്ത്രത്തിന്റെ ഉൾഭാഗം തടയുക, ആ വെള്ളം എന്ത് ചെയ്യാൻ ഇതിൽ തലയിൽ ഒഴിച്ചു കൊടുക്കുക. രോഗിയെ ആളെ അറിയുമെങ്കിൽ ചെയ്യേണ്ടത്. ഇത് കണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ 29 കാണിച്ചു കൊടുത്തു. ഇതാണ് പിന്നെ ജിന്ന് കണ്ണേർ കത്തിയ ആള് അറിയുമെങ്കിൽ. അതല്ലെങ്കിലോ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഓതി അത് പ്രത്യേകിച്ച് കണ്ണേർ കത്തിയാൽ ഐനി നെസർ പിന്നെ നെസറെന്നൊക്കെ പറഞ്ഞ ആയത്തുകൾ കണ്ണ് എന്നൊക്കെ വരുന്ന അർത്ഥം വരുന്ന ആയത്തുകൾ സെലക്ട് ചെയ്ത് ഓതുക. സിഗറാണ് സംശയം ഉണ്ടെങ്കിൽ സിഗറായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ ഓതുക. ഇതെന്റെ വാക്കുകളാണ്, വിലമക്കളുടെ വാക്കുകളാണ്. സിഗറുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ ഓതുക എന്നുള്ളത്. ഇതാണ് ഈ വിഷയത്തിൽ മുഖ്യ പറയാൻ മാത്രമേ നമുക്ക് സമയം കിട്ടിയുള്ളൂ. പക്ഷെ ഈ വിഷയത്തിൽ ഒരുപാട് തട്ടിപ്പുകൾ നിരവസരത്തിൽ തട്ടിപ്പുകൾ ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കഴിയില്ല. ഏതായാലും നമുക്ക് ചോദ്യോത്തരം പിന്നെ എല്ലാ സമയം കൊടുക്കാം. ജനങ്ങൾ ചോദിച്ചോട്ടെ. ക്ഷമതയില്ല. ഇസ്ലാം മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് സേവ് തട്ടും തട്ടാതിരിക്കാനുള്ള നിർദ്ദേശമാണ് പറഞ്ഞത്. അപ്പൊ തട്ടാതിരിക്കുക റസൂലിനെ തട്ടി എന്ന് പറയുമ്പോ അല്ലെ നമ്മൾക്കും തട്ടാൻ സാധ്യതയുണ്ട്. അതറിയാൻ വേണ്ടി ആർക്ക് തട്ടാം, പിന്നെ ആർക്കും അള്ളാഹുവിന്റെ അറിവും അനുവാദത്തോടുകൂടി ആർക്കും തട്ടാം. അപ്പൊ നമ്മളെ പോലെ ഒരുപാട് ആളുകൾ സിഗരറ്റ് വരും അസുഖായവരൊക്കെ ഉണ്ട്. അല്ല മൈക്കൽ കൊടുത്തേക്ക് കുഴപ്പമില്ല, നെയ്യൊക്കെ കൊണ്ടു കൊടുത്തു. ക്വാളിഫിക്കേഷൻ ഉണ്ടോന്നാ ചോദിച്ചത്. മാഷല്ല പിന്നെ ചോദിച്ചത് അതെ. പിന്നെ ഷെയ്ഖ് ജിബ്രീനോട് ചോദിച്ചു. ഞാൻ ഉലമാക്കൾ പറഞ്ഞ അതുപോലെ പറയില്ല. റുഖ്യ ചെയ്യാൻ ഒന്ന് അയാള് അഖീദയും മനസ്സിൽ ക്ലിയർ ഉള്ള ആളായിരിക്കും. 2 അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആള്, ഇൽമുള്ള ആള്. 3 പിന്നെ ഹലാലായ ഭക്ഷണം കഴിക്കുക. പ്രത്യേകം പറയും. കാരണം റുഖ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ദുആ ചെയ്യാനാണ്. രോഗിക്ക് വേണ്ടിയുള്ള ദുആയാണ് ഇവിടെ. അതുകൊണ്ട് ദുആ കബൂലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദം എന്താണ്, അയാള് ഹലാലായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ഇതാണ് ഒരു യോഗ്യത. അതല്ലാത്ത വേറെ അക്കാഡമിക് യോഗ്യതകളൊന്നും അങ്ങനത്തെ ചോദിക്കുന്നില്ല. അക്കാഡമിക് യോഗ്യത വല്ലതും ഉണ്ടോന്ന് ഇല്ല. കാരണം എന്താ വെച്ചാല് ഇത് പ്രായോഗികമായിട്ട് ചെയ്തവരെ നമ്മളെ പല ട്രാപ്പിൽ കൊടുത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് നമുക്ക് പല ചോദ്യങ്ങൾ അവരിട്ട് തരും നമ്മളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് എൽമി ആയിക്കൊണ്ടും ഒക്കെ എന്ത് ചെയ്യണം, അതിനെ റദ്ദ് ചെയ്യാൻ പറ്റുന്ന ഇതായിരിക്കണം. ബേസിക്കലി അങ്ങനെ യോഗ്യതകളൊന്നുമില്ല. മാത്രമല്ല അത് അങ്ങനെ യോഗ്യത പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. കാരണം എന്റെ വീട്ടിൽ അസുഖം ഉണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ അസുഖം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ എന്റെ വാപ്പയൊക്കെ ചെയ്തു കൊടുക്കുക, എന്റെ സുഹൃത്തുക്കൾ ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ ഉള്ളൂ ഒരാളുടെ ഒരാളത്തേക്ക് പോകുന്നത്. അപ്പൊ അഖിതയും മനസ്സിൽ ക്ലിയർ ആയിട്ടുള്ള പിന്നെ ഒരാളാണോ, അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചികിത്സകളൊക്കെ പിന്നെ വരാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് വേറെ യോഗ്യതകളൊന്നും ഇല്ല. ചെയ്യുന്ന ആൾക്ക് ചെയ്യുന്ന വ്യക്തിക്ക് തിരിച്ച് അതിന്റെ ഭാഗത്ത് എന്തെങ്കിലും പിന്നെ ഇതിപ്പോ പലരെ ആൾക്കാർ ചോദിക്കുക, നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോ ചികിത്സിക്കുന്ന പ്രസംഗിക്കുമ്പോ ഇത് നടക്കല്ലേ, അപ്പൊ നിങ്ങൾക്ക് വല്ല ഉപദ്രവം ഉണ്ടോ? ഇത് ഞാൻ ആൻസർ കൊടുക്കരുത്. ഒരു തമാശയെ കൂടെ പറയാമെന്ന് വെച്ചാല് ഒരു പോലീസ് ഓഫീസറോട് ചോദിക്കണം, അല്ല ആളുകൾ നിങ്ങൾക്ക് വല്ല ലാത്തിച്ചാർജിന്റെ സമയത്ത് വല്ല ഏറും കിട്ടിക്കണം, അല്ലെങ്കിൽ വല്ല കള്ളന്മാരുകൾ തിരിച്ചു ചോദിച്ചു. ഞാൻ തേക്കാൻ അവർ ചെയ്യും, ശ്രമിക്കും. നമ്മളെ ഉപദ്രവിക്കാൻ നമ്മളെ വെച്ച് തരാൻ ശ്രമിക്കും. അതേപോലെ നമ്മളെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കും. പല ഭൗതികമായിട്ട് നമുക്ക് ഉപകാരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, പക്ഷെ ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ വജി തൃപ്തി തന്നെ പറയുന്നത്. അള്ളാഹുവിന്റെ വജി മലയാളത്തിന്റെ മുഖം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അള്ളാഹുവിന്റെ വജി നാളെ എനിക്ക് കാണണം എന്നാണ് നിങ്ങളോട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിൽ അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടും.
അതുകൊണ്ട് അള്ളാഹു തവക്കലാക്കിക്കൊണ്ട് എപ്പോഴും ദുആകളും ദിക്റുകളൊക്കെ ചൊല്ലി ആ ഒരു സൂക്ഷ്മത ബോധത്തോടുകൂടി പിന്നെ ശൈത്താന്മാരുടെ ഒരു എന്താ പറയുക ഒരു ചാലഞ്ചിങ്ങിന് പോകരുത്. എപ്പോഴും അവർ ഞാൻ പറഞ്ഞ ശൈത്താന്മാരെ മനുഷ്യന്മാരെ ഇടപഴകുക എന്നുള്ളത് പിന്നെ എന്താണ് അത് ആവശ്യഘട്ടത്തിൽ അവരെ ഇങ്ങോട്ട് അനീതി കാണിക്കുമ്പോൾ ഇങ്ങോട്ട് അതിരി കവിയുമ്പോൾ അതിനെ പിന്നെ തടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉള്ളത്. അപ്പൊ ശൈത്താന്മാര് പിന്നെ ഒരു ചാലഞ്ചിങ് അങ്ങനെ ഇത് എനിക്കൊന്ന് കാണുന്നതൊക്കെ പറഞ്ഞിട്ടില്ലേ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കും. പല രീതിയിലുള്ള ഉപദ്രവങ്ങളും ഉണ്ടാവാം. പക്ഷെ ഒരാളെ ചികിത്സിക്കുന്ന ഒരാളെ അയാളുടെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ പാടില്ല. എന്നുവെച്ചാല് ജനങ്ങൾക്കൊരു പിന്നെ എന്തുണ്ടാവും. മാത്രമല്ല ഇതിങ്ങനെ അനുഭവം പറയുന്നത് ശൈത്താന്മാർക്ക് റഹക്ക് കൂടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് ശരിയാക്കി വിടുക. വളരെ സുരക്ഷ ഉണ്ടാവും. അതാണ് അതിന്റെ പറഞ്ഞത്. സിഹിറിന്റെ ഹദീസ് സ്വഹിയാണെന്ന് ഒരുപാട് ഹദീസ് നമ്മൾ ചില ആളുകൾ പറയുമ്പോൾ മുസ്ലിം അഹമ്മദിലെ 11,107 നമ്പർ ഹദീസിൽ 5 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല നന്നായി പറയുന്നത് സിഹിറിൽ വിശ്വസിക്കുന്നു. അപ്പൊ അതിന്റെ വിശദീകരണം പിന്നെ ഇത് സിഹിറിന്റെ ഹദീസിനെ കുറിച്ച് സിഹിർ മതത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചില ആൾക്കാരെ പ്രത്യേകിച്ച് മടവരി വിഭാഗത്തിലെ ആളുകൾ 5 പേർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. പിന്നെ അതിൽപ്പെട്ട ഒന്ന് അവർ സിഹിറിൽ വിശ്വസിക്കുന്നവര് അല്ലേ സിഹിറിൽ വിശ്വസിക്കുന്നവരാണെന്നാ. അസന്തറിയോ സിഹിറിൽ വിശ്വസിക്കുന്നവരാണ്. സിഹിർ എന്നൊന്ന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടല്ല. അല്ലെങ്കിൽ അതുവഴി മനുഷ്യന്മാർക്ക് ഉപദ്രവിക്കാൻ പറ്റുന്നുണ്ട്. സിഹിർ അനുവദനീയമാണ്, ജായിസാണ്. അത് ചെയ്യാൻ ഒരു മുസ്ലിമിന് എന്ന് വിശ്വസിക്കുന്നവനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അത് അനുവദനീയമാണ്, അത് ചെയ്യാം, അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. കാരണം അത് ശിർക്കാണ്, കുഫറാണ്, ശിർക്കാണ്. അതല്ലാതെ സിഹിർ എന്നൊന്നുണ്ട് അവരതെനിക്ക് ചെയ്യുമോ അല്ലെങ്കിൽ വേറെ ചെയ്താൽ ഉപദ്രവിക്കാം എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ് റസൂല് സിഹിർ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു? പിന്നെ അജവ കാരക്കെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 7 കാരക്കെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിഹിർ ഏൽക്കും, ഏൽക്കാതിരിക്കാതെ അവര് പറയുന്നത് ഇത് തന്നെ. അപ്പൊ ഇതാണ് ഓരോ സിഹിറിൽ വിശ്വസിക്കുന്ന സിഹിർ ജായിസാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ വിശ്വസിക്കുക. ഒരു സംശയമുള്ളത്, സ്വഹാബികൾ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് മാതൃകയായിട്ട് പിൻപറ്റാൻ പാടില്ല എന്ന് അതിൽ ഉദാഹരണം പറയുന്നത് ഒരു സൃഷ്ടിജാലങ്ങളിലുള്ള ശബ്ദത്തിൽ സംരക്ഷണം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന. അപ്പൊ അതൊരു സഹാബി തന്റെ മക്കളെയും പഠിക്കാൻ വേണ്ടി ചരടിൽ കെട്ടിയിരുന്നു. പക്ഷെ അത് ആ സ്വഹാബി ചെയ്തത് വിമർശിച്ചുകൊണ്ട് അത് പാടില്ലാത്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വഹാബികൾ ചെയ്ത അപ്പം അത് കിതാബിലും സുന്നത്തിലും ഇല്ല, സഹിയായ ഹദീസിലും പരിശുദ്ധ ഖുർആനിലും ഇതില്ല. പക്ഷെ ഏതൊരു സഹാബി ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഹുജ്ജത്താണോ തെളിവാണോ അല്ലേ ആണ്. സഹാബി ഇതെങ്ങനെ വരുന്നത് വെച്ചാല് ഫഹമു സഹാബ എന്നൊരു സംഗതി. സഹാബത്തിന്റെ ഫഹമ് ഇതെന്താണ്? പരിശുദ്ധ ഖുർആനിന്റെ എല്ലാ ആയത്തിന്റെ മേലെ ആയത്തുണ്ട്. എല്ലാ ആയത്തിന്റെയും അർത്ഥം റസൂൽ പഠിച്ചു, തഫ്സീർ റസൂൽ പറഞ്ഞിട്ടില്ല. എല്ലാ ആയത്തിന്റെയും തഫ്സീർ റസൂൽ പറഞ്ഞിട്ടില്ല. ഇത് ഓടുന്ന സമയത്ത് ഇതിന്റെ പ്രബോധന സമൂഹത്തിന് തന്നെ മനസ്സിലായി പലതും. അവർക്കൊരു വിശദീകരണമാണ്. എന്നാൽ വിശദീകരണം ആവശ്യമില്ലാതെ എന്നാൽ അവര് വിശദീകരണം ചോദിച്ചു പലതും റസൂലിനോട്. അപ്പൊ റസൂലിന് പലതും വഹീന്റെ അടിസ്ഥാനത്തിൽ വരേണ്ടി വന്നു. ഇത് യസ്അലൂന അനിർ റൂഹ്, യസ്അലൂന അനിൽ മഹീദ്, ഞാൻ ഇങ്ങനെ യസ്അലൂന ഇങ്ങനെ 27 ഉണ്ട്. അപ്പൊ വഹീന്റെ അടിസ്ഥാനത്തിൽ തഫ്സീർ ആവശ്യം വന്നിട്ടുള്ള ആയത്തുകളുണ്ട്. റസൂല് വഹീന്റെ അടിസ്ഥാനത്തിൽ തഫ്സീർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഹാബിമാർക്ക് ഖുർആൻ നേരിട്ട് റസൂൽ കേട്ട സഹാബിമാർക്ക് മനസ്സിലായി, പക്ഷെ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈ ആയത്ത് ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. എന്നാൽ താബി പണ്ഡിതന്മാർക്ക് ഈ സഹാബിമാർ പറഞ്ഞത് മനസ്സിലാവാത്തത് സഹാബിമാരോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് തഫ്സീർ സഹാബിമാരുടെ തഫ്സീർ അവിടെ വരുന്നത്. തഫ്സീർ താബി പണ്ഡിതന്മാർക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ താബി പണ്ഡിതന്മാർക്ക് ചോദിച്ചു. അവിടെയാണ് തഫ്സീർ താബികളുടെ തഫ്സീർ. ഈ തഫ്സീർ താബിയെ എവിടെടുത്തു? തഫ്സീർ സഹാബ. തഫ്സീർ സഹാബ എടുത്തു. തഫ്സീർ വഹീന്റെ അടിസ്ഥാനത്തിൽ വന്നതല്ലേ റസൂൽ പഠിപ്പിച്ചത്, അതല്ലാതെ എടുത്തു. പരിശുദ്ധ ഖുർആൻ ആയത്തിനെ കൊണ്ട് ഇങ്ങനെ വ്യക്തമായ ഒരു ഇത് വഴിയായിട്ട് ആരെ വാക്കാനെ പറയുന്നതോ ശ്രീകൽമാരിയുടെ വാക്ക് മനസ്സിലായി. അപ്പോ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരു സഹാബി ഒരു സംഗതി ചെയ്തു എന്നൊരു കാര്യം പറഞ്ഞു. അതിന്റെ വ്യക്തമായ തെളിവ് ഇതിലില്ല, അത് പിന്നെ പരിശുദ്ധ ഖുർആനിൽ കാണുന്നില്ല എന്നാണ്. ഇത് കാണുന്നുണ്ടോ അല്ലേ എന്ന് മറ്റു സഹാബിമാരെന്ന് പറഞ്ഞു നോക്കണം. അതുകൊണ്ട് ഇത് തൂക്കിക്കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കഴുത്തി കെട്ടി കൊടുത്തിരുന്നു. അതുകൊണ്ട് ഏൽസ് കെട്ടാം എന്ന് സുന്നി വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ ഇത് ഒരു ചുരുക്കം പിന്നെ ഏതൊരു സഹാബിയാണെന്ന് പറഞ്ഞു ഓർമ്മ
പരിശുദ്ധ ഖുർആൻ കെട്ടാമെന്ന് പറഞ്ഞ സാഹചര്യത്തിന് പേര് നോക്കുന്നില്ല. പക്ഷേ ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് അവരുടെ ശിഷ്യന്മാരുമായിട്ടുള്ള ജുംഹൂറുകൾ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതിനെ ഇൻകാർ ചെയ്തു. സ്റ്റിൽ എന്നിരുന്നാലും സഹാബിമാരിൽ ഒരാളെങ്കിലും ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പിന്നെ എഴുതി കെട്ടുന്നതിന്റെ ഹുക്കുമ് പരിശുദ്ധ ഖുർആനാണ് ഒരാൾ എഴുതി കെട്ടിയതെങ്കിൽ അത് ശിർക്കാണെന്ന് പറയൂല, അത് ഹറാമാണെന്നേ പറയൂ. നേരെ പരിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റെന്ത് എഴുതി കെട്ടി കഴിഞ്ഞാലും അത് അഷ്റക എന്ന ഗ്രൂപ്പിൽ പെടുത്തി പരിശുദ്ധ ഖുർആൻ കെട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നില്ല, അത് ഹറാമാണ്, അത് ഹറാമാണ്, ചെയ്യാൻ പറ്റില്ല. പക്ഷെ ശിർക്കിൽ എത്തുന്നില്ല എന്നത് അതിന്റെ അവലംബം പുള്ളി പറഞ്ഞ ഈ സംഭവം. അപ്പൊ സഹാബാസിന്റെ ഫഹ്മ് എന്ന് പറയുമ്പോ ഒരു ജുംഹൂറുകൾ സഹാബാസിന്റെ ഇജ്മാഅല്ലേ ഈ ജുംഹൂർ ഭൂരിപക്ഷം പണ്ഡിതന്മാരും എങ്ങനെ പറഞ്ഞു എന്നതാണ് നോക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഈ സംഭവത്തിന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി 459 പേജ് പറയുന്നത് അതിനുള്ള പ്രാർത്ഥന സ്വയാണ്. സ്വഹാബിന്റെ ആ പ്രവർത്തനം ഹദീസിന് വിരുദ്ധാണെന്നാണ് ഇബ്നു കസീർ പ്രാർത്ഥന പ്രാർത്ഥന ചെയ്യാണ്, അത് സഹി വന്നിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥന സഹി ഈ അമലിന്റെ ഒരു ഇതാക്കുന്നത് അത് കരിമത്തിന്റെ താമസം കൊണ്ട് പലപ്പോഴും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, റസൂലിന്റെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഇങ്ങനെ തൂക്കിയിട്ടൊന്നുമില്ല ആ അമലിന് ഏത് കേറ്റ പ്രാർത്ഥന കാലവളത്തിൽ ചികിത്സന്റെ ഭാഗമായിട്ട് അന്യ സ്ത്രീകളെ സ്പർശി ഗ്ലൗട്ട് തുടർന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതായി കേട്ടിട്ടുണ്ട്. ഇതുവരെ പോകാൻ ഏതുവരെയും പോകാൻ പറ്റില്ല. അന്യ സ്ത്രീകൾ ചികിത്സ സമയത്തും പറ്റില്ല, അല്ലാത്ത സമയത്ത് സ്പർശിക്കാൻ പറ്റില്ല, അവരെ കുറിച്ച് നോക്കാനും പറ്റില്ല, വികാരവായ്പോടെ കൊണ്ട് നോക്കാനും പറ്റില്ല. അതൊക്കെ വളരെ ഇത് ഈ ഗ്ലൗസ് ഇട്ട് പിടിക്കാൻ പറ്റും എന്ന് നമ്മളൊക്കെ പറഞ്ഞു എന്ന് ചിലത് പച്ചാണ്. സത്യസന്ധത ഉണ്ടെങ്കിൽ ഒരൊറ്റ ക്ലിപ്പ് നമ്മൾ എവിടെയെങ്കിലും പ്രസംഗിച്ചതോ ആരെങ്കിലും എഴുതിയത് കാണിക്കട്ടെ. തൊടാൻ പാടില്ല. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളൊക്കെ ചികിത്സിക്കുമ്പോൾ പിന്നെ നിർബന്ധമായിട്ട് പുരുഷക്ക് മാത്രം ആളെ കൊണ്ടുവരണം, മഹരിമായിട്ടുള്ള ആളെ തന്നെ കൊണ്ടുവരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗ്ലൗസ് ഇട്ട് പിടിക്കുന്നതിലേക്ക് ഒരു കളിയാക്കാനാണ് ഈ വിഷയത്തിൽ ഡോക്ടറിനെ കൊണ്ടുവരുന്നത്. സഹോദരന്മാരെ, ഇത് ഇവിടെ വിശദീകരിക്കാൻ സമയം കുറവാണ്. അതായത് ഇതിനോടനുബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ പലതും കണക്കില്ലാത്തതാണ്. കാരണം ഇന്നുവരെ ഏതെങ്കിലും ഒരു പ്രഭാഷണത്തില് ഗ്ലൗസ് ഇട്ട് സ്ത്രീകളെ പിടിക്കണമെന്ന് പറഞ്ഞത് ഒരിക്കലും കേൾക്കാൻ സാധ്യമല്ല. ഇനി ഏതെങ്കിലും ചികിത്സയില് ഞാൻ ഒരുപാട് രോഗികളെ 4-5 വർഷം എണ്ണമറ്റ രോഗികളെ, എനിക്ക് എണ്ണാൻ കഴിയാത്ത രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാളെ പോലും ഗ്ലൗസ് ഇട്ട് ഞാൻ പിടിച്ചിട്ടില്ല. സാധാരണ ഈ പറഞ്ഞതുപോലെ കൂടെ ആളെ കൊണ്ടുവരാൻ പറയും. പക്ഷെ ചില സമയത്ത് ഗ്ലൗസ് ഇടാതെ പോലും പിടിക്കേണ്ടി വരാറുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഉദാഹരണമായിട്ട് ഒരിക്കൽ ഒരു ഉമ്മ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, അവരെ ആത്മഹത്യ ശ്രമത്തി നരക കുറിച്ചു, പിന്നെ ട്രെയിനിന്റെ മുന്നിൽ ചാടാൻ ശ്രമിച്ചു, അങ്ങനത്തെ ഒരു ആളെ കൊണ്ടുവന്നു. അവരെ കൂടെ ഉള്ളത് ആ കുട്ടിയുടെ ഉമ്മയുണ്ട്, വേറെ ഒരു ഭാര്യ ഭർത്താവുണ്ട്. അങ്ങനെ ഉദാഹരണത്തിൽ കൊണ്ട് ഈ 2 സ്ത്രീകളെ കൊണ്ടും പിന്നെ എന്റെ വീട്ടിലുണ്ടായിരുന്ന 2 സ്ത്രീകളെ കൊണ്ടും പിടിപ്പിച്ചു. പക്ഷെ ആദ്യത്തെ ചവിട്ടിന് 4 പേര് തെറിച്ചുപോയി. പിന്നെ ഈ സ്ത്രീ വയലന്റായി നിൽക്കുമ്പോ ഒരു സ്ത്രീക്കും അടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് പരമാവധി രീതിയിൽ ബെഡ്ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കണക്കിന് മറ്റുള്ള അമർത്തി പിടിച്ച് അങ്ങനെ മണിക്കൂറോളം ഓതിയിട്ടാണ് ആ സ്ത്രീ ശാന്തമായത്. അപ്പൊ ഇവിടുത്തെ അവസരത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാല് നമ്മളിപ്പോ പ്രസവം ചിലപ്പോ പുരുഷ ഡോക്ടർമാർ എടുക്കേണ്ടി വരും. അത് സ്ത്രീ ഡോക്ടർമാരില്ലാത്തപ്പോൾ പുരുഷ ഡോക്ടർമാർ പ്രസവം എടുക്കേണ്ടി വരും. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളിൽ പോലും പ്രസവം ചിലപ്പോൾ ഡോക്ടർമാർക്ക് എടുക്കേണ്ടി വരും. ഇതെല്ലാം തിബിന്റെ ഭാഗമാണ്. അവിടെ ഹറാം ഹലാൽ വരുന്നത് ആ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വാസ്തവത്തിൽ ഈ വിഷയം കൂടുതൽ വഷളാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഒരു പ്രസംഗത്തിൽ കേട്ടു, റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വടികൊണ്ട് വീശിക്കൊണ്ട് നടക്കുന്നതൊക്കെ. അതിപ്പോ പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ ആരോടും പറയണം, അല്ലെങ്കിൽ വീട്ടിലെ മെമ്പേഴ്സ് പറയണം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ അവർ ആ സമയത്ത് ഹാജരുണ്ടാവണം. നമ്മളിപ്പോ ഒരു കാര്യം സത്യമാണ്, അങ്ങനെയാണ്. ഞാൻ പറയാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ വടി വീശരുന്നതാണ്. കാരണം വെച്ചാൽ അനാവശ്യമായിട്ട് വീട്ടിലല്ലേ ജിന്നിട്ട് കൊണ്ടിട്ടില്ല, ജിന്നിട്ട് വരെ വടി കൊണ്ടിട്ട് എങ്ങനെ അത് പറയാം. അതായത് ഞാൻ പിന്നെ ഒന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ ഈ ചികിത്സ പഠിക്കുന്നത് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരിൽ നിന്നാണ്. അവിടെ ഞാൻ ഈ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ തന്നെ 10-18 വർഷം സൗദിയിലേക്ക് പോയതാണ്. അതുകൊണ്ട് ദീനിന്റെ അടിസ്ഥാനപരമായ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാൻ അവിടെ അവസരം ലഭിച്ചത്. അവിടെ ജിദ്ദയിൽ ഷർഫിയയിലെ ഒരു മസ്ജിദിനോട് ചേർന്നുകൊണ്ട് അവിടെ ഇമാം ചെയ്ത് ചികിത്സയും അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഖുർആൻ ഹിഫ്ളാക്കുന്ന സെന്റർ നടക്കുന്ന ചികിത്സ, ഈ 2 ചികിത്സയുമാണ് ഞാൻ എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അവിടെ എവരെന്ന് വെച്ചാല് അവര് വടികൾ ഉപയോഗിക്കാൻ അടിക്കാനായിട്ട്
അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഈ വടിയെ കൊണ്ട് അടിച്ചേ പറ്റുന്നല്ല, ചില സമയത്ത് ജിന്നുകളെ വേദനിപ്പിച്ചാലേ അവരാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരിക്കലും ഒരു സ്ത്രീയെ ചികിത്സിക്കാൻ സമയത്ത് അവർ ഞാൻ വരുന്നതിന്റെ പേരിൽ ബിരിയാണി ഒക്കെ വെച്ച് അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓത്തു തുടങ്ങി കഴിഞ്ഞപ്പോ ആ സ്ത്രീ വയലന്റായി. അവർ ഓടിയിട്ട് അടുക്കളയിൽ പോയിട്ട് കത്തി വേണ്ടുന്നത്. അങ്ങനെ ഈ കത്തിയുമായിട്ട് എന്നെ ആക്രമിക്കാൻ വരുന്ന ഈ സ്ത്രീയെ പിന്നെ ഭർത്താവ് പിടിച്ചു വെക്കണം. പക്ഷെ ഭർത്താവും കത്തിയും സ്ത്രീയും കൂടെ എന്നെ വരെ വന്നിരിക്കുകയാണ്. പിന്നെ അവിടെ ആകെ ഉള്ളത് ഭർത്താവിന്റെ അനുജനാണ്. ഭർത്താവിന് അനുജന് വരെ കയർ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭർത്താവ് ഒരു കണക്കിന് സ്ത്രീയെ കസേര അമർത്തി പിടിക്കുകയും ഭർത്താവിന് കസേര പിടിച്ചുകൊണ്ട് നിലത്തിരിക്കുകയും ചെയ്യാണ്. പിന്നെ കാണുന്നത് ഈ ഭർത്താവ്, ഈ സ്ത്രീയും കത്തിയും ഭർത്താവും കസേരയും ഭർത്താവിന് എല്ലാം കൂടെ നമ്മൾ തരുന്നത്. ഇങ്ങനെയുള്ള വയലിലാകുന്ന അവസ്ഥയിൽ നമ്മൾ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കാം. ഒന്ന് ഖുർആനിലെ വെള്ളം അവരുടെ നേരെ സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ഖുർആനിലെ വെള്ളം ഇങ്ങനെ ഒഴിക്കും. ഇതിപ്പോ കുറെ നേരം ഒഴിക്കാൻ പിന്നെ നമ്മുടെ കൈക്ക് ഭയങ്കര പ്രയാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യും എപ്പോഴും സ്പ്രേ ചെയ്യാനുള്ള സാധനം ഖുർആനിലെ വെള്ളമായിട്ട് നമുക്ക് റെഡി ഉണ്ടാവും. കാരണം അടി കിട്ടിയിട്ട് പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യാനൊന്നും നിൽക്കാൻ സാധ്യമല്ല. കാരണം ചില സമയത്ത് ഇഫിരീത്ത് വർഗത്തിൽപ്പെട്ട ജിന്നൊക്കെ ഭയങ്കരമായ ശക്തി പ്രകടിപ്പിക്കും. ആ സമയം അതിനുവേണ്ടിയാണ്. അപ്പൊ സ്പ്രേ ചിലപ്പോൾ കെട്ടിലുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ ഊതുന്ന, അതായത് സ്ത്രീകളാണെങ്കിൽ ചിലപ്പോൾ ദൂരത്ത് നിന്ന് ഓതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പൈപ്പ് പോലെ കടലാസം ഉണ്ടാക്കിയത് ചിലപ്പോൾ കൈ വെക്കാറുണ്ട്. അതുപോലെ തന്നെ വടി ചിലപ്പോൾ എന്ന് വെച്ചാൽ അതൊന്നും ഭയങ്കര വടിയല്ല, ചെറിയ അടി പോലും ആ ജിന്ന് ഹാമറ സമയത്ത് ഭയങ്കരമായ വേദനയായിട്ട് അനുഭവം. അപ്പൊ ആ സമയത്ത് ഓടിച്ച് പെട്ടെന്ന് വടിയും കിട്ടാൻ സാധ്യത ചിലപ്പോൾ ഒരു വടിയുടെ കഷ്ണം ചിലപ്പോൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ഏകദേശം ഒരു 10 വർഷം സംഭവമാണ്. ഇനി ഒരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ, എന്റെ പെട്ടിയെ കുറിച്ച് വിവരിച്ച ആ പണ്ഡിതൻ ഒരു കാര്യം കൂടെ പറയണം. ആ പെട്ടി എങ്ങനെ അദ്ദേഹം കണ്ടു, എന്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്നെ വിളിച്ചു വരുത്തി, അത് കൂടെ പറയാൻ അദ്ദേഹം പാകിസ്ഥാനാണ്. ഇപ്പോ ഈ വ്യക്തി ചെയ്യുന്ന കരാറാണ് എങ്കിൽ എന്തിനാ വ്യക്തി ആ വീട്ടിൽ അദ്ദേഹം വിളിച്ചു വരുത്തി, എന്തിനദ്ദേഹം ചികിത്സിപ്പിച്ചു? അദ്ദേഹം അവിടെ വെച്ച് തന്നെ പറയണ്ടേ ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു തരട്ടെ. മറിച്ച് ആ സംഭവം അവിടെ വെച്ച് പറയാതെ ഒരു സദസ്സിൽ വെച്ച് മുഅ്മിനീങ്ങളെ ദീന് പഠിപ്പിച്ചുള്ള സദസ്സിൽ വെച്ച് വിളിച്ചു പറഞ്ഞ് അവമാനിക്കുന്നതിന്റെ ആവശ്യമില്ല. അപ്പോ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ വിഷയം പഠിക്കാൻ എനിക്ക് സൗദി അറേബ്യയിൽ ഈ പണ്ഡിതന്മാർ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ട് സ്വീകരിച്ചെന്ന് വെച്ചാൽ, സൗദി അറേബ്യയില് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുക, ഒരു ഷിർക്കോ കുഫറോ പരസ്യമായി ചെയ്താൽ അവന് വേണ്ടി വെളിച്ചം കാണില്ല. അതുകൊണ്ട് അവിടെ ഒരിക്കലും ഷിർക്കും കുഫറും ഒന്നും പരസ്യമായി ചെയ്യില്ല എന്നുള്ള ഒരു ഏകദേശ രൂപത്തിലാണ് ആദ്യമായിട്ട് ഈ വിഷയം പഠിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാൽ പലപ്പോഴും അതിൽ പലതും ഒഴിവാക്കി ഏറ്റവും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്, നമ്മൾ പ്രവൃത്തിയിൽ വരുത്താറുള്ളത്. അപ്പൊ ഈ ഗ്ലൗസിന്റെ കാര്യം ഞാൻ ഇന്നുവരെ എന്റെ പെട്ടിയിൽ, പിന്നെ ഞാൻ യാത്ര പോകുന്ന പെട്ടി ചിലപ്പോൾ എന്റെ കാലം ഉപയോഗിക്കാൻ ചിലപ്പോൾ സോക്സൊക്കെ അനുസരിച്ച് വെച്ചിട്ടുണ്ടാവുന്നല്ലാതെ ഇന്നുവരെ ഒരു പറഞ്ഞ കാര്യമില്ല. എന്നെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോ ആദ്യകാലത്ത് നമ്മള് പിന്നെ പലപ്പോഴും നമ്മൾ ജിന്നോട് സംസാരിക്കും. ഇപ്പൊ ജിന്ന് ഹാജറാണെന്ന് സംസാരിക്കുന്നത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഓതുന്ന സമയത്ത് പെട്ടെന്ന് ഇവര് സ്വഭാവം മാറിയിട്ട് ഞാൻ പോവില്ല എനിക്ക് ഇന്നെ ചെയ്താലേ പോകുള്ളൂ, എന്തിനാണ് ഞാൻ ചെയ്തത് പോലെ ജിന്നാണ് സംസാരം പറഞ്ഞത്. ആ സമയത്ത് ആ ജിന്ന് പറയുന്നത് സത്യമാണെന്ന്. ഉദാഹരണമായിട്ട് ഒരു സ്ത്രീയെ ചികിത്സിക്കുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ എന്താ വഴി തരാഞ്ഞത് ഞങ്ങൾ അങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ആ വീട്ടിലുള്ള 6 പേർക്ക് വേണ്ടിയിട്ട് 6 തകടിൽ സിഗർ ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇത് സംഭവം 10-30 കിലോമീറ്റർ അകലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വണ്ടിയിൽ കയറി ആ പേഷ്യന്റായിട്ട് ഞങ്ങൾ പോവാണ് ഒരു പിന്നെ ടാറ്റാ സുമോയില്. ഇതിന് അവസാനം ചെന്ന് ഈ സ്ത്രീ പറഞ്ഞ സ്ഥലത്ത് നോക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വെച്ച രീതിയിൽ പഴകിയ പുക പിടിച്ച തകട്. ഒരിക്കലും സ്ത്രീക്ക് അവിടെ കയറി വെക്കാൻ സാധ്യതയില്ല. അങ്ങനത്തെ തകട് കിട്ടി. അപ്പൊ വളരെ എളുപ്പമാണ് നമുക്ക് അങ്ങനെ സിഗർ ചെയ്ത വസ്തു എടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ സിഗർ ബാധനായി. അപ്പൊ ഇതുപോലെ നമ്മൾ ജിന്നുകൾ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് അത് ഒത്തുവന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സ്വീകരിക്കും. കാരണം സിഗർ ചെയ്ത വസ്തു ഇന്നടുത്ത് നമ്മുടെ മാതൃക ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കും. അങ്ങനെ പക്ഷേ ഭൂരിപക്ഷ സമയത്തും ജിന്നുകൾ അവർ ഫാസിക്കുകളാണ്, അവർ കളവാണ് പറയുക. അതുകൊണ്ട് തന്നെ ജിന്നുകൾ പറയുന്നത് സ്വീകരിക്കരുതെന്നാണ് പലപ്പോഴും നമ്മൾ ആളുകൾ പറയാറുള്ളത്. കാരണം അങ്ങനെ സ്വീകരിച്ചതിന്റെ പേരിൽ പല വഴക്കും പ്രശ്നങ്ങൾക്കുണ്ടായ അവസരങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്ര സംസാരിക്കാമെന്ന് ചോദിച്ചാല് കൃത്യമായിട്ട് ഇത്ര സംസാരിക്കാം എന്ന് നമുക്ക് ഒരു പ്രമാണത്തിന് പറയാൻ സാധ്യമല്ല. വിശ്വാസ സംബന്ധിച്ചോളം ഉഹ്റുജി അബൂള്ള അന റസൂലുള്ള നമ്മൾ ജിന്നുകൾ പോകും. അതേസമയത്ത് ഷെയ്ഖ് ഇബ്നു തൈമിയ പോലെയുള്ള ആളുകൾ അവര് കൂടുതൽ സംസാരിച്ചു. അതുപോലെ തന്നെ അഹമ്മദ് ഹംബല് ചെരുപ്പ് കൊടുത്തയച്ചതായിരുന്നു. ഇപ്പൊ ചെരുപ്പ് കൊടുത്തയച്ചിട്ട് നീ പോയില്ലെങ്കിൽ 70 അടിയടിക്കുന്നു പറയുന്നത് ഇമാം അഹമ്മദ് പറഞ്ഞ അങ്ങനെ ഇറാഖിനെ പൊക്കോളാന്ന് ജിന്നിൽ പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഈ ചെരുപ്പ് കൊണ്ട് അടിക്കാൻ എന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫത്തുൽബാരിയിലുള്ള പോലെ ഈ ചികിത്സിക്കുന്നിടത്ത് ചൂടാക്കി ഇരുമ്പ് വെച്ചിട്ട് ഇതുകൊണ്ട് ആക്രമിക്കാനൊക്കെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇതിന് ഭയപ്പെട്ടാണ് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഷിർക്കില്ലാത്ത ഏതൊരു പ്രവർത്തനവും ഇതിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ചികിത്സകർ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇത് തിബ്ബാണ്, ഒരു ചികിത്സാക്രമമാണ്. അതിനകത്ത് എന്താണ് നിബന്ധന? എന്താണ്? ഒന്ന് ഹറാമോട് ചികിത്സിക്കാൻ പാടില്ല, ഷിർക്കോട് ചികിത്സിക്കാൻ പാടില്ല. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാം, അത് സുലൈമാൻ നബി അലൈഹി സ്വലാമാണ് സിംഹാസനം എടുത്തുകൊണ്ടതെന്ന് പറയുന്നുണ്ടല്ലോ കേട്ടോ. അത് നേരത്തെ സുലൈമാൻ നബി ഇതിലെ അത് സുലൈമാൻ നബിയാണ് എടുത്തുകൊണ്ടത്, അല്ല ആരാ ഇഫ്രീത്ത് എടുത്തുകൊണ്ടത്? അത് പിന്നെ ഇതിൽ പറഞ്ഞത് അഹ്ലി പിന്നെ വേദത്തിൽ ജ്ഞാനമുള്ള ഒരാൾ ചെയ്തതാണ്. അതിന്റെ അത് ആരാണ് ചെയ്തതെന്നുള്ള അഭിപ്രായം വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ആ പ്രോമിസ് കൊടുത്തത് എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞത് അത് പിന്നെ ഇഫ്രീത്ത് പിന്നെ ജിന്നിൽപ്പെട്ട ഇഫ്രീത്താണ്. പക്ഷെ അവിടെ സംഭവിച്ചത് അതിനേക്കാൾ വലിയ അഭിപ്രായ ടെസ്റ്റ് ഉണ്ടാക്കി പിന്നെ ഒരുപാട് അവരോട് തർക്കങ്ങളുണ്ട്. പിന്നെ ഈ മേശവലിപ്പ് നീക്കുമ്പോ ജിന്ന അതിന്റെ ഇടയിൽ കുടുങ്ങുക, അതുപോലെ തേങ്ങടുമ്പോ ജിന്നിന്റെ തലയിൽ വീഴുക, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ. ഇങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞു എല്ലാവിധ പ്രൊട്ടക്ഷനും നമുക്കുണ്ട്. പ്രാർത്ഥന കൂടാതെ തന്നെ നമ്മുടെ പ്രത്യേകം മസലത്തിന്റെ മലക്കുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരാൾ പ്രാർത്ഥന കൂടാതെ തന്നെ ഇപ്പൊ യാത്ര പോകുന്ന സമയത്ത് വാഹനം പിടിച്ച് കുറെ ജിന്നുകളാണ് ചത്തുപോയി കഴിഞ്ഞാല് നമ്മളെ അതിന് പ്രതികാരം ചെയ്യെങ്കിൽ അള്ളാന്റെ നടപടിക്രമത്തിൽ നമ്മൾ എങ്ങനെയാണ് സുരക്ഷിതരായി ജീവിക്കുക എന്നൊരു സംശയം. മടവൂരികൾ വളരെ വ്യാപകമായി ക്ലിപ്പിട്ട് ഡോക്ടറെ ക്ലിപ്പിട്ട് നടത്താനാണ് കൃത്യമായൊരു വിശദീകരണം. ഇതിലിപ്പോ ഞാനിവിടെ പരാമർശിച്ച വിഷയം എന്താ വെച്ചാല്, ഒന്നാമതായിട്ട് ഒരു വലിയൊരു തെറ്റിദ്ധാരണ വന്നത്, ഞാൻ ഈ വിഷയം ആദ്യമായി പരസ്യമായി സംസാരിച്ചത് പിന്നെ പുന്നപ്പറയിൽ വെച്ചാണെന്ന് നിങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതിനു മുമ്പ് എന്റെ സുഹൃത്തുക്കൾ, ഈ വിഷയമായി പഠിക്കാൻ ആദ്യ സുഹൃത്തുക്കൾ ചിലര് ഞങ്ങളൊരു ക്ലാസ് ജില്ലയിൽ വെച്ചിട്ട് ഒരു സുഹൃത്തിന് റൂമിൽ കൊടുക്കുകയും അവിടെ ചിലര് ആ സദസ്സിൽ വരാതിരുന്നതുകൊണ്ട് അവർക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ട് ആ റൂമിലുണ്ടായിരുന്ന ഒരു ക്യാമറ വെച്ചിട്ട് ഞങ്ങൾ ഈ വിഷയം ഇത് റെക്കോർഡ് ചെയ്തു, വീഡിയോ റെക്കോർഡ് ചെയ്തു. അത് വാസ്തവത്തിൽ ഒരിടത്തും പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല, അന്ന് അവിടെ ആളുകളാവാതെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഈ CD എങ്ങനെയോ പുറത്തായിട്ട് അത് പ്രചരിച്ചിട്ടാണ് എന്റെ പേരിലുള്ള പല ചില ആരോപണങ്ങൾ കാരണം. ഇതിൽ പരാമർശ സംഗതി എന്ന് വെച്ചാല് ഞാനൊരു പുസ്തകം വായിച്ചിട്ടാണ് അത് പറയുന്നത്. അതായത് പിന്നെ ഒരു പണ്ഡിതൻ അദ്ദേഹത്തെ